BAS Senior Secondary Sociology Subject number 331. നമുക്ക് 10ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. 10th ചാപ്റ്ററിന്റെ ആശയം ഇങ്ങനെയാണ്: സമൂഹത്തിലെ കോൺഫ്ലിക്റ്റ്, കോഓപ്പറേഷൻ, അതുപോലെ തന്നെ കോമ്പറ്റീഷൻ, ഈ മൂന്ന് കാര്യങ്ങളുണ്ട്. ഇതാണ് ടെക്സ്റ്റ് ബുക്കിലെ 10th ചാപ്റ്റർ പറയുന്നത്. It's about cooperation, competition and conflict prevailing in the society. സോഷ്യൽ പ്രോസസ്സ് ഇങ്ങനെ പല രീതിയിലാണ് നടക്കുക. സൊസൈറ്റിയിൽ നടക്കുന്ന പ്രോസസ്സാണ് സോഷ്യൽ പ്രോസസ്സ്. സോഷ്യൽ ഇൻ്ററാക്ഷനുകൾ തീർച്ചയായിട്ടും അത് കോഓപ്പറേഷനും കോമ്പറ്റീഷനും കോൺഫ്ലിക്റ്റിനും ഒക്കെ കാരണമാകും. സോഷ്യൽ പ്രോസസ് ഹാസ് എ വൈഡർ കൊണോട്ടേഷൻ. അർത്ഥസൂചനയാണ് കൊണോട്ടേഷൻ. വിപുലമായ അർത്ഥസൂചനയുണ്ട്. ഇറ്റ് കംപ്രൈസസ് ഓഫ് ഇവന്റ്സ് ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ ദ പാസ്റ്റ്. പണ്ട് നടന്ന കാര്യങ്ങൾ അതിൽപ്പെടും. ട്രഡീഷൻസ്, മോറൽസ് ആൻഡ് ഇൻസ്റ്റിങ്ക്ട്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോഷ്യൽ പ്രോസസ് ഈസ് കൺസേൺഡ് വിത്ത് ഡിഫറെന്റ് ചേഞ്ചസ് ഇൻ ലൈഫ് ഓഫ് ദ ഗ്രൂപ്പ്. സാമൂഹ്യ ഗ്രൂപ്പിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിവിധങ്ങളായ മാറ്റങ്ങൾ സംബന്ധിച്ചുള്ള ഒന്നുകൂടിയാണ് ഈ സോഷ്യൽ പ്രോസസ് എന്ന് പറയാം. It depends upon the nature of interaction which may include the historical, cultural, political and economic, religious and social aspects. സാമ്പത്തികവും സാമൂഹികവും രാഷ്ട്രീയപരവും സാംസ്കാരികപരവും മതപരവും ഒക്കെയായ വിവിധ വശങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള സമൂഹത്തിലെ ജനങ്ങൾ തമ്മിലുള്ള പരസ്പര ആശയവിനിമയവും ഇടപെടലും ഇന്ററാക്ഷനും എങ്ങനെയാണ് എന്നതിനെ ആശ്രയിച്ചാണ് ആ സോഷ്യൽ പ്രോസസ് മുന്നോട്ട് പോവുക. Sometimes interaction refers to actions done in response to another action. ഒരു പ്രവൃത്തി ഇങ്ങോട്ട് ചെയ്യുമ്പോൾ അതിനോട് പ്രതികരണം എന്ന രീതിയിൽ മറ്റൊരു പ്രവൃത്തി അങ്ങോട്ട് ചെയ്യുന്നതാണ് ഇന്ററാക്ഷൻ അഥവാ സാമൂഹ്യ ഇടപെടൽ എന്ന് പറയുന്നത്. It becomes social process when interaction is repeated. ഇത്തരത്തില് ഇന്ററാക്ഷനുകൾ നിൽക്കുന്നില്ല, അത് ആവർത്തിക്കപ്പെടുകയാണ്. അത് ആവർത്തിക്കപ്പെടുമ്പോൾ അതൊരു തുടർച്ചയാണ്, അതൊരു സോഷ്യൽ പ്രോസസ്സാണ്. ചുരുക്കി പറഞ്ഞാൽ സോഷ്യൽ ഇന്ററാക്ഷൻ ആൻഡ് സോഷ്യൽ പ്രോസസ്സസ് ആർ ഇന്റർ റിലേറ്റഡ്. സോഷ്യൽ ഇന്ററാക്ഷനുകൾ ഒറ്റപ്പെട്ടതാണെങ്കിൽ അവ ഇങ്ങനെ തുടർച്ചയായി ഒന്നിനു പിറകെ ഒന്നായി ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് സോഷ്യൽ ഇന്റർ റിലേഷൻ ആണ്. വൺ ഡസ് നോട്ട് എക്സിസ്റ്റ് വിതൗട്ട് ദ അതർ. സോഷ്യൽ പ്രോസസ് ഇല്ലാതെ, സോഷ്യൽ ഇന്ററാക്ഷൻ ഇല്ലാതെ സോഷ്യൽ പ്രോസസ് ഉണ്ടാവില്ല എന്നർത്ഥം. What are the three major forms of social interaction? 3 തരത്തിലുള്ള സാമൂഹ്യ ആശയവിനിമയ രീതികൾ ഏതെല്ലാം? ഫസ്റ്റ് വൺ സഹകരണം, സെക്കൻഡ് വൺ മത്സരം, തേർഡ് വൺ സംഘർഷം. അതായത് കോഓപ്പറേഷൻ, കോമ്പറ്റീഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ്. സഹകരണത്തിന് നമ്മൾ കോഓപ്പറേഷൻ എന്ന് പറയും. പിന്നെ മത്സരം, അതാണ് കോമ്പറ്റീഷൻ, പാഠത്തിന്റെ പേര് തന്നെ അങ്ങനെയാണ്. പിന്നെ സംഘർഷം, അതാണ് കോൺഫ്ലിക്റ്റ്. ഈ 3 തരത്തിലുള്ള സോഷ്യൽ പ്രോസസ്സുകളും നമുക്ക് ചുറ്റും നമുക്ക് കാണാൻ കഴിയും. എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോഓപ്പറേഷൻ. സഹകരണത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാം? പരസ്പര പ്രവർത്തനം, പാരമ്പര്യം, മധ്യസ്ഥത, തൊഴിൽ വിഭജനം, കൊടുക്കൽ വാങ്ങൽ, 2 അതിലധികമോ വ്യക്തികളുടെയും ഗ്രൂപ്പുകളുടെയും സാന്നിധ്യം, ഒരു പൊതുലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള അഭിലാഷം, ത്യാഗ മനോഭാവം, മറ്റുള്ളവർക്ക് നന്മ കൈവരുത്തുവാനുള്ള ആഗ്രഹം. ഇതൊക്കെയാണ് സഹകരണത്തിന്റെ സവിശേഷതകളായി പറയുന്നത്. കോഓപ്പറേഷൻ ഹാസ് ഇറ്റ്സ് ഓൺ ഫീച്ചേഴ്സ്. കോഓപ്പറേഷൻ നമുക്ക് ചുറ്റുമുള്ള ആളുകളുമായിട്ട്, നമ്മുടെ നെയ്ബർഹുഡ് ഗ്രൂപ്പ്സുമായിട്ട് അല്ലെങ്കിൽ നെയ്ബർഹുഡ് ഗ്രൂപ്പ് മെമ്പേഴ്സുമായിട്ട് നമ്മൾ പല കാര്യങ്ങൾക്ക് സഹകരിക്കാറുണ്ട്. സം volunteers move from house to house, from shop to shop to collect donations from the members who belong to their own community, neighborhood or village. ദുർഗാ പൂജ, ഗുരുപർബ്, ഈദ് എന്നിവയ്ക്കൊക്കെ ആയിട്ട് അതിന്റെ സെലിബ്രേഷൻ നടത്താൻ വേണ്ടിയിട്ട് പണം സ്വരൂപിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കാറുണ്ട്. എല്ലാവരും സഹകരിച്ച് അതിന് ഫെസ്റ്റിവൽ നടത്തുന്നു. ഓക്കെ, അവരുടെ ടൗണിൽ ഈ ഡൊണേഷൻസ് എല്ലാം ഒരുമിച്ച് ചേർത്ത് ആണ് എന്ത് ചെയ്യുക, അവരുടെ സെലിബ്രേഷൻ ആ ഗ്രൂപ്പ് ഡിസൈഡ് ചെയ്യുന്നത്. These donations are pooled together and the members of the celebration group decide the manner in which these should be spent. ഇതെങ്ങനെ ചെലവഴിക്കണമെന്ന് അവർ ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി തീരുമാനിച്ച് അങ്ങനെ ആ ഫെസ്റ്റിവൽ ഭംഗിയാക്കുന്നു. ഡെക്കറേഷൻ ചെയ്യുന്നു, ഫെസ്റ്റിവൽ പ്ലേസുകൾ
സേക്രഡ് ഒബ്സർവൻസുകളും അനുഷ്ഠാനങ്ങളും റിച്വൽസും ഒക്കെ നടത്തുന്നു. ഇതൊക്കെ അവരൊരുമിച്ച് ഒരു സഹകരണാടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണ്. ഇതൊക്കെ എല്ലാ കൊല്ലവും നടക്കുന്നുമുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സഹകരണം എന്നത് പല തരത്തിലുണ്ട് എന്നാണ് നമുക്ക് പറയുന്നത്. പ്രൈമറി കോപ്പറേഷൻ, സെക്കൻഡറി കോപ്പറേഷൻ, ടെറിഷറി കോപ്പറേഷൻ. സഹകരണം നമുക്ക് പലതരത്തിൽ കാണാൻ കഴിയും. പ്രാഥമിക സഹകരണം, പ്രൈമറി കോപ്പറേഷൻ, ദെൻ സെക്കൻഡറി കോപ്പറേഷൻ ആൻഡ് ടെറിഷറി കോപ്പറേഷൻ എന്നിങ്ങനെ. വാട്ട് ആർ ദ 3 മേജർ ഫോംസ് ഓഫ് കോപ്പറേഷൻ? സഹകരണത്തിന്റെ 3 പ്രധാന രീതികൾ ഏതെല്ലാം? ഫസ്റ്റ് വൺ, പ്രൈമറി കോപ്പറേഷൻ, പ്രാഥമിക സഹകരണം. ചെറിയ ഗ്രൂപ്പുകളിലെ അംഗങ്ങളുടെ സഹകരണം പ്രാഥമികമാണ്. അവർ തമ്മിൽ മുഖാമുഖ ബന്ധങ്ങളാണ് ഉള്ളത്. കുടുംബം, അയൽക്കൂട്ടം, സൗഹൃദ സംഘം എന്നിവ ഇതിന് ഉദാഹരണമാണ്. സെക്കൻഡ് വൺ, പ്രൈമറി കോപ്പറേഷൻ എന്നത് അതായത് പ്രാഥമിക സഹകരണം എന്നത് ചെറിയ ഗ്രൂപ്പുകളുടെ സഹകരണമാണ് എന്ന് ഓർക്കുക. ചെറിയ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടതാണ് ഫാമിലി. ഉണ്ടോ? ഫാമിലി എന്ന് പറയുന്നത് ഏറ്റവും ചെറിയൊരു ഗ്രൂപ്പാണ്. മുഖാമുഖ ബന്ധം ഉണ്ടാവും. അതിൽ അംഗങ്ങൾ തമ്മിൽ, ഫാമിലിയിലെ അംഗങ്ങൾ തമ്മിൽ ആശയവിനിമയം എപ്പോഴും നടക്കും. എപ്പോഴും ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ ഉണ്ടാവും. അതാണ് ചെറിയ ഗ്രൂപ്പിന്റെ പ്രത്യേകത. അല്ലെങ്കിൽ തൊട്ടടുത്ത അയൽവക്ക ഗ്രൂപ്പുകൾ, നെയ്ബർഹുഡ് ഗ്രൂപ്പുകൾ, ഇതൊക്കെ മുഖാമുഖ ബന്ധം നിലനിർത്തുന്ന, നിത്യേന കാണുന്ന, വളരെ അടുത്ത് താമസിക്കുന്ന ആളുകളുടെ ഒരു ഗ്രൂപ്പാണ് എന്ന് പറയാൻ സാധിക്കും. ഇതാണ് പ്രൈമറി കോപ്പറേഷൻ. അവർക്കിടയിലുള്ള കോപ്പറേഷൻ ആണ് പ്രൈമറി കോപ്പറേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡറി കോപ്പറേഷൻ, ദ്വിതീയ സഹകരണം. ദ്വിതീയ സഹകരണത്തിൽ വലിയ ഗ്രൂപ്പുകൾ കൂട്ട താല്പര്യങ്ങൾക്കനുസരിച്ച് വ്യക്തമായൊരു ലക്ഷ്യത്തെയാണ് നേരിടുന്നത്. ഇത്തരം സഹകരണങ്ങൾ വ്യക്തിപരമല്ലാത്തതും കുറെ കൂടി സങ്കീർണവുമാണ്. എന്നാൽ ഇത്തരം പ്രക്രിയയുടെ ഏറ്റവും മുന്നിലുണ്ടാവുക സ്വന്തം താല്പര്യങ്ങൾ തന്നെയായിരിക്കും. ഉദാഹരണത്തിന് ബിസിനസ് ഇടപെടലുകൾ. തേർഡ് വൺ, ടെർഷറി കോപ്പറേഷൻ. പ്രത്യേക ലക്ഷ്യത്തിനു വേണ്ടി മാത്രം വ്യക്തികൾ തമ്മിൽ ഇടപെടലുകൾ നടത്തുന്നതിനെയാണ് തൃതീയ സഹകരണം എന്ന് പറയുന്നത്. ഉദാഹരണം രാഷ്ട്രീയ പാർട്ടികൾ. അടുത്തതായിട്ട് കോമ്പറ്റീഷൻ അഥവാ മത്സരം എന്നൊരാശയത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. കോമ്പറ്റീഷൻ എന്താണ് എന്ന് നമുക്കറിയാം. കോമ്പറ്റീഷൻ ഈസ് എ സ്ട്രഗിൾ ഫോർ പൊസിഷൻ ടു ഗെയിൻ എക്കണോമിക് സ്റ്റാറ്റസ്. ഒരു സ്ഥാനം നേടിയെടുക്കുക, അല്ലെങ്കിൽ ആ ഉയർന്ന സ്ഥാനം നേടിയെടുക്കുന്നതിലൂടെ സാമ്പത്തികമായി ഉയർന്ന പദവിയിലെത്തുക, ഇതിനൊക്കെ വേണ്ടിയുള്ള മത്സരമാണ് കോമ്പറ്റീഷൻ എന്ന് പറയാം. മത്സരം, കോമ്പറ്റീഷൻ സമൂഹത്തിൽ എപ്പോഴും ഉണ്ട്. സോ കോപ്പറേഷൻ പോലെ തന്നെയാണ് കോമ്പറ്റീഷൻ. കോപ്പറേഷൻ ഒരു ഗോൾ ഓറിയന്റഡ് ആയിട്ടുള്ള, വളരെ ബോധപൂർവമായ, കോൺഷ്യസ് ആയിട്ടുള്ള തരത്തിലുള്ള സോഷ്യൽ ഇന്ററാക്ഷൻ ആണ്. അതിൽ 2 പ്രധാനപ്പെട്ട എലമെന്റുകൾ അടങ്ങിയിരിക്കുന്നു. എന്നാൽ കോമ്പറ്റീഷനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അത് ഒരു എക്കണോമിക് ഗെയിൻ അല്ലെങ്കിൽ പൊസിഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോമ്പറ്റീഷൻ നടക്കുന്നത് പലപ്പോഴും. കോമ്പറ്റീഷൻ ഈസ് ദ ഫണ്ടമെന്റൽ ഫോം ഓഫ് സോഷ്യൽ സ്ട്രഗിൾ. സാമൂഹിക സമരങ്ങളുടെ അടിസ്ഥാന രൂപം തന്നെ മത്സരമാണ്. ആൻഡ് ഒക്കേഴ്സ് വെൻ ഡിമാൻഡ് ഔട്ടേൺസ് സപ്ലൈ. ഡിമാൻഡ് വളരെ അധികമാവുകയും സപ്ലൈ കുറവാവുകയും ചെയ്യുമ്പോൾ, അതായത് എല്ലാവർക്കും വേണ്ടുന്ന വിഭവങ്ങൾ കുറയുകയും എന്നാൽ ആവശ്യക്കാരുടെ എണ്ണം കൂടുകയും ചെയ്യുമ്പോൾ മത്സരം ഉണ്ടാകുന്നു എന്നർത്ഥം. വളരെ കുറച്ച് വിഭവങ്ങൾ മാത്രം സപ്ലൈയിലിരിക്കുമ്പോൾ, ലഭ്യമായിരിക്കുമ്പോൾ, അതിലേറെ പേർക്ക് അത് ആവശ്യമായി വരുന്ന, ഡിമാൻഡ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവിടെ ആദ്യം ആർക്ക് ലഭിക്കണമെന്നതിനെ കുറിച്ച് മത്സരം ഉണ്ടാകുന്നു. സോ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഒക്കേഴ്സ്, അത് സംഭവിക്കുന്നു വെൻ ഡിമാൻഡ് ഔട്ടേൺസ് സപ്ലൈ. കോമ്പറ്റീഷൻ ഈസ് ഫൗണ്ട് ഇൻ ഓൾ നോൺ ഹ്യൂമൻ സൊസൈറ്റി ആൻഡ് കൾച്ചർ. അറിയപ്പെടുന്ന എല്ലാ മാനവ സമൂഹങ്ങളിലും കോമ്പറ്റീഷൻ ഉണ്ട്. എല്ലാ സമൂഹങ്ങളിലും കോമ്പറ്റീഷൻ ഉണ്ട്, മത്സരമുണ്ട്. സോ കോമ്പറ്റീഷൻ ക്യാൻ ബി വിഷ്യസ് ബോത്ത് ഫോർ ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ്സ്. കോമ്പറ്റീഷൻ ചിലപ്പോൾ വ്യക്തികൾക്കും ഗ്രൂപ്പുകൾക്കും അത് ദോഷകരമായേക്കാം, ദൂഷിതമായ ഫലങ്ങൾ ഉണ്ടായേക്കാം. ഇറ്റ് മേ ക്രിയേറ്റ് ഇമോഷണൽ ഡിസ്റ്റർബൻസസ്. ഈ കോമ്പറ്റീഷൻ വൈകാരികമായ പ്രതിസന്ധികളും സൃഷ്ടിച്ചേക്കാം. അതാണ് കോമ്പറ്റീഷനെ കുറിച്ച് പറയുന്ന ആശയം. സോ കോമ്പറ്റീഷൻ എന്നത് രണ്ടാമത്തെ കാര്യമാണ്. കോമ്പറ്റീഷന്റെ സവിശേഷതകൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. കോമ്പറ്റീഷൻ ഈസ് ഇംപേഴ്സണൽ സ്ട്രഗിൾ. മത്സരിക്കുന്നത് ഒരു വ്യക്തിയെ മനസ്സിൽ കണ്ടുകൊണ്ടല്ല മത്സരിക്കുന്നു, അത് തന്നെ. അതിന്റെ മറുവശത്ത് നമ്മളോട് മത്സരിക്കാൻ പോകുന്ന ആൾ ആരാണെന്ന് പോലും നമുക്ക് അറിയണമെന്നില്ല. ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു പ്രതിസന്ധി അല്ല, അല്ലെങ്കിൽ സംഘർഷമല്ല കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്.
നമ്മൾ മത്സരിച്ച് സ്കൂൾ ലെവൽ മത്സരിച്ച്, ഡിസ്ട്രിക്ട് ലെവൽ മത്സരിച്ച്, സ്റ്റേറ്റ് ലെവൽ മത്സരിച്ച്, നാഷണൽ ലെവൽ മത്സരിച്ച്, ഒളിമ്പിക്സിന് ചെല്ലുമ്പോൾ അവിടെ നമ്മൾ ആരെയാണ് പ്രതിയോഗിയായി നേരിടാൻ പോകുന്നതെന്ന് മുൻകൂട്ടി കണ്ടിട്ട് അയാളെ തോൽപ്പിക്കാൻ വേണ്ടിയൊന്നുമല്ല നമ്മൾ ഇറങ്ങി തിരിച്ചത്. സോ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് വ്യക്തി ആരാണ് എന്നതിന്റെ ബേസിസിലല്ല, പേഴ്സൺ അവിടെ പ്രധാനമല്ല, ഇംപേഴ്സണൽ ആയ ഒരു സ്ട്രഗിൾ ആണ് കോമ്പറ്റീഷൻ. സോ കോമ്പറ്റീഷൻ ഈസ് മെയിൻലി അൺകോൺഷ്യസ് ആക്ടിവിറ്റി. ബോധപൂർവമുള്ള പ്രവൃത്തിയല്ല, അബോധപൂർവമായ പ്രവൃത്തിയാണ്. ബട്ട് അറ്റ് ടൈംസ് കോൺഷ്യസ് കോമ്പറ്റീഷൻ ഓൾസോ ടേക്സ് പ്ലേസ്. എന്നാൽ വേറൊരു കാര്യം പറയട്ടെ, ചിലപ്പോഴെല്ലാം ബോധപൂർവമായി അറിഞ്ഞുകൊണ്ട് തന്റെ എതിരാളി ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് അവനെ തോൽപ്പിക്കണമെന്ന് വിചാരിച്ച് മത്സരിക്കുന്നത് ഘട്ടങ്ങളും ഉണ്ടാകാറൊക്കെ ഉണ്ട്. ഇനി കോമ്പറ്റീഷന്റെ മൂന്നാമത്തെ പ്രത്യേകത, അത് യൂണിവേഴ്സലാണ്. ലോകത്തെല്ലായിടത്തും മത്സരം നടക്കുന്നുണ്ട്. നമ്മുടെ കൊച്ചു കേരളത്തിലോ നമ്മുടെ തൊട്ട് ക്ലാസ്സിലോ മാത്രമല്ല, കോമ്പറ്റീഷൻ സാർവത്രികമാണ്, ലോകത്തിലെല്ലായിടത്തും ഉണ്ട്. കോമ്പറ്റീഷൻ ഈസ് ഫൗണ്ട് ഇൻ ഓൾ നോൺ ഹ്യൂമൻ സൊസൈറ്റീസ് ആൻഡ് കൾച്ചർ. കണ്ട, ഓരോ അറിയപ്പെടുന്ന ഹ്യൂമൻ സൊസൈറ്റീസിലും കൾച്ചറിലും കോമ്പറ്റീഷൻ ഉണ്ട്. കോമ്പറ്റീഷൻ ഈസ് റിഗാർഡഡ് ആസ് എ കൺഡ്യൂസീവ് ടു പ്രോഗ്രസ്. പുരോഗതിക്ക് ഒരു ഉന്താണ്, പുരോഗതിയിലേക്കുള്ള മുന്നോട്ടുള്ള തള്ളാണ് കോമ്പറ്റീഷൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മത്സരിക്കുമ്പോഴാണ്, ബിസിനസ്സുകാർ തമ്മിൽ മത്സരിക്കുമ്പോഴാണ് അയാളെ ഉൽപ്പന്നത്തെക്കാളും ബെറ്ററായ പ്രോഡക്റ്റ് പോയി ഉണ്ടാക്കി കൊണ്ടുവന്ന് വിപണിയിൽ വിൽക്കുന്നത്. നമ്മുടെ പ്രോഡക്റ്റിനായിരിക്കണം മികച്ചു നിൽക്കുന്നതെന്ന ചിന്തയുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അപ്പൊ ആളുകൾ അവരുടെ ബെസ്റ്റ് എഫേർട്ടും ബെസ്റ്റ് റിസൾട്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഇങ്ങനെ ഒരു വെൽഫെയർ ഉണ്ടാക്കുന്നതിനുള്ള ഒരു പ്രചോദന മാർഗമായി കോമ്പറ്റീഷനെ നമുക്ക് കണക്കാക്കാം. Its obvious connection with what is called progress has led some sociologists to regard it as an essential feature of modern civilization. ഈ കോമ്പറ്റീഷൻ ഉണ്ടായതുകൊണ്ടാണ് ഇന്നത്തെ ആധുനിക സംസ്കാരം ഉണ്ടായത് എന്ന് പോലും പറയപ്പെടുന്നു. കോമ്പറ്റീഷൻ പ്രൊവൈഡ്സ് ദി ഇൻഡിവിജ്വൽസ് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ടു സാറ്റിസ്ഫൈ ദെയർ ഡിസയേഴ്സ്. കോമ്പറ്റീഷൻ വ്യക്തികൾക്ക് എന്താണ് നൽകുന്നത്? അവരുടെ ആഗ്രഹങ്ങൾ തൃപ്തിപ്പെടുത്താൻ കൂടുതൽ മെച്ചപ്പെട്ട അവസരങ്ങൾ നൽകുന്നു. ഫോർ ന്യൂ എക്സ്പീരിയൻസസ് ആൻഡ് റെക്കഗ്നിഷൻസ്. പുതിയ അനുഭവങ്ങൾക്കും പുതിയ അംഗീകാരങ്ങൾക്കും. അറ്റ് ടൈംസ് കോമ്പറ്റീഷൻ ക്യാൻ ബി വിഷ്യസ് ബോത്ത് ഓർ ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ്സ്. വ്യക്തികൾക്കും അതുപോലെ തന്നെ ഗ്രൂപ്പുകൾക്കും ചില നേരത്തെ കോമ്പറ്റീഷൻ ദൂഷിതഫലമുണ്ടാക്കാം. ഇറ്റ് മേ ക്രിയേറ്റ് ഇമോഷണൽ ഡിസ്റ്റർബൻസസ്. നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇത് വൈകാരികമായ അസന്തുലിതാവസ്ഥകൾ സൃഷ്ടിക്കാം. അൺഫെയർ കോമ്പറ്റീഷൻ ഹാസ് ദ മോസ്റ്റ് ഡിസിൻറ്റഗ്രേറ്റിംഗ് ഇഫക്ട്സ്. അൺഫെയർ ആയ ഒരു കോമ്പറ്റീഷൻ, അതിന് ഏറ്റവും ഡിസിൻറ്റഗ്രേറ്റിംഗ് ആയ ഇഫക്റ്റ് ആണുള്ളത്. ബോത്ത് കോപ്പറേഷൻ ആൻഡ് കോമ്പറ്റീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ദ അണ്ടർലൈയിങ് എസൻസ് ഓഫ് മോസ്റ്റ് ഓഫ് ദ സോഷ്യൽ ഇന്ററാക്ഷൻസ് ഇൻ എവറിഡേ ലൈഫ്. നിത്യജീവിതത്തിലെ ഭൂരിഭാഗവും സോഷ്യൽ ഇന്ററാക്ഷനിലും കാരണം എന്താണ്? കോപ്പറേഷനും കോമ്പറ്റീഷനും തന്നെയാണെന്ന് പറയാം. സഹകരണവും അതുപോലെ തന്നെ മത്സരവും തീർച്ചയായിട്ടും സമൂഹത്തിൽ ഉണ്ട്. അത് ഏറ്റവും കൂടുതൽ സാമൂഹിക പ്രവർത്തനങ്ങളിലും ഇടപെടലുകളിലും നിറഞ്ഞു നിൽക്കുന്ന സത്തയാണ്, എസൻസ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം കോപ്പറേഷനും കോമ്പറ്റീഷനും. നോ സൊസൈറ്റി ഈസ് എക്സ്ക്ലൂഡഡ് കോമ്പറ്റീറ്റീവ് ഓർ എക്സ്ക്ലൂസീവ്ലി കോപ്പറേറ്റീവ്. പൂർണ്ണമായും മത്സരം മാത്രമുള്ള ഒരു സമൂഹമുണ്ടോ? ഇല്ല. പൂർണ്ണമായും സഹകരണം മാത്രമുള്ള ഒരു സമൂഹമുണ്ടോ? ഇല്ല. എക്സ്ക്ലൂസീവായിട്ട് കോപ്പറേഷൻ മാത്രമോ എക്സ്ക്ലൂസീവായിട്ട് കോമ്പറ്റീഷൻ മാത്രമോ ആയിട്ട് ഒരു സമൂഹവും ഇല്ല എന്നുള്ളതാണ്. അത് അവസാനത്തെ പോയിന്റ് പറയുന്നു, കോമ്പറ്റീഷൻ റെഫേഴ്സ് ടു ബോത്ത് അസോസിയേറ്റീവ് ആൻഡ് ഡിസോസിയേറ്റീവ് ഡയമെൻഷൻസ് ഓഫ് സോഷ്യൽ പ്രോസസ്. സോഷ്യൽ പ്രോസസ്സിന്റെ അസോസിയേറ്റീവ് ആയിട്ടുള്ള തലവും ഡിസോസിയേറ്റീവ് ആയിട്ടുള്ള കൂടിയോജിപ്പിക്കുന്ന തലവും അതുപോലെ തന്നെ വിയോജിപ്പിക്കുന്ന തലവും രണ്ടും കൂടി ബന്ധപ്പെട്ടതാണ് കോമ്പറ്റീഷൻ എന്ന്. അടുത്തതായിട്ട് കോൺഫ്ലിക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. കോൺഫ്ലിക്റ്റ് ആസ് അനദർ ഫോം ഓഫ് സോഷ്യൽ ഇന്ററാക്ഷൻ ഈസ് എ പ്രോസസ് ഓഫ് ഒപ്പോസിഷൻ. എതിർ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടുണ്ടാകുന്നവയാണത്.